സമയം അധികം കിട്ടാറില്ല അല്ലേ? കാര്യം കൂടുതൽ സമയവും വാർഡിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ആൾ പോവാറ്. അതേപോലെ നമുക്കെന്തെങ്കിലും പെട്ടെന്നൊരു അത്യാവശ്യം ഉണ്ടെങ്കിൽ ആൾ ഓടിയെത്തും, അല്ലെങ്കിൽ കൂടുതൽ സമയവും പുറത്ത് തന്നെയായിരിക്കും. ആളുടെ സേവനം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ആൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിന്നോട്ടെ, കുഴപ്പമില്ല. ഇല്ല കുഴപ്പങ്ങളൊന്നുമില്ല. ഇത്രയും നല്ലൊരു മെമ്പർ ഇതുവരെ വന്നിട്ടില്ല. ഇനി ഇത് തന്നെ പ്രവർത്തിക്കണം എന്നാണ്, ഈ ഷൈജൻ മെമ്പർ തന്നെ പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം, അഭിപ്രായം എല്ലാം. ഗ്രാമസഭകളിൽ ജനങ്ങളുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടായിരുന്നു? അത് ഒക്കൽ പഞ്ചായത്തിലെ 16 വാർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുത്തിരിക്കുന്ന ഗ്രാമസഭ 14-ാം വാർഡിലായിരിക്കും. അത് ഞാനുള്ള കാലത്തിലാണെങ്കിലും ചേട്ടനും ചേച്ചിയുള്ള കാലഘട്ടത്തിലാണെങ്കിലും എല്ലാം ഒരു ഗ്രാമസഭ നടക്കുന്നത് ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര കല്യാണ മണ്ഡപ ഹാളിൽ വെച്ചായിരിക്കും. ആ ഹാള് മിക്കവാറും ഫുള്ളായിരിക്കും. അതിൽ ജനം ഒഴുകിയെത്തുകയാണ്. ഞാൻ പല ഗ്രാമസഭകളിലും പല വാർഡുകളിലും ഗ്രാമസഭകളിലും പങ്കെടുക്കാറുണ്ട്. അവിടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ വാർഡിലുള്ള ജനങ്ങളുടെ അവിടേക്കുള്ള ഗ്രാമസഭയിലേക്കുള്ള കടന്നുവരവ് കാണുമ്പോൾ അത് നമുക്ക് നൽകുന്ന വലിയൊരു അംഗീകാരം തന്നെയാണ്. വളരെ നന്നായ ചർച്ചകളും നല്ല നിർദ്ദേശങ്ങളും എല്ലാം നടക്കാറുണ്ട്. ഞാൻ കുട്ടികൾക്ക്, അതായത് എൻ്റെ വാർഡിലെ SLC +2 ഒക്കെ വിജയിച്ച എല്ലാ കുട്ടികൾക്കും ഞാൻ അവാർഡ് വിതരണം ചെയ്യും. സാധാരണ ഫുൾ A+ കിട്ടിയവരൊക്കെയാണ് എല്ലാവരും കൊടുക്കുക. ഞാൻ എല്ലാവർക്കും കൊടുക്കുമെന്നുള്ളതാണ്. കാരണം ഇന്ന് ജസ്റ്റ് പാസ്സായവർ പോലും നാളെ നല്ല സ്ഥാനങ്ങൾ വഹിക്കാൻ യോഗ്യരായിരിക്കും. അവരായിരിക്കും പല സ്ഥാനങ്ങളിലും പല സ്ഥലത്തും വരുന്നത്. നമ്മളെ കാഴ്ചപ്പാടിലും നമ്മൾ കണ്ടിരിക്കുന്നു അത് തന്നെയാണ്. അപ്പോൾ ആരും ചെറുതല്ല, എല്ലാവരും വലുതാണ് എന്ന ഒറ്റ കാഴ്ചപ്പാടോടെ ഞാൻ അവരെല്ലാവരെയും ഞാൻ അനുമോദിക്കാറുണ്ട്. അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ, അവ ഡിഗ്രിക്കാണെങ്കിലും PhD എടുത്തവരാണെങ്കിലും പല മേഖലകളിലും, സാംസ്കാരിക മേഖലയിലും കായിക മേഖലയിലും ഒക്കെ കഴിവ് തെളിയിച്ചവരെയും ഒക്കെ ഞാൻ ഗ്രാമസഭകളിൽ അവരെ അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനം പോലെ തന്നെ ഞാൻ 2 പ്രാവശ്യം നമ്മുടെ ആധാർ മേള 2 പ്രാവശ്യം ഞാൻ ആധാർ മേള സംഘടിപ്പിച്ചു ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എല്ലാ വർഷവും ഞാൻ ഈ വാർഡിലെ ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും അക്ഷയയിൽ പോയി ക്യൂ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ പെൻഷൻ മസ്റ്ററിങ്ങിന് വേണ്ട സൗകര്യം ഞാൻ സംഘടിപ്പിക്കാറുണ്ട് വാർഡിൽ തന്നെ. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ സൗകര്യങ്ങളും, അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന മനസ്സിൽ തോന്നുന്നതായ എല്ലാ കാര്യങ്ങളും ഞാൻ സംഘടിപ്പിക്കാനും ചെയ്തു കൊടുക്കാനും ശ്രമിക്കാറുണ്ട്. പല പദ്ധതികളും ഇനിയും എൻ്റെ മനസ്സിലുണ്ട്, ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്നതും ചെയ്യാൻ ആഗ്രഹിക്കുന്നതും പല പദ്ധതികളുണ്ട്. കാരണം 5 വർഷമൊന്നും ഒരു മെമ്പർക്ക് ഒന്നുമല്ല ചെയ്തു തീർക്കാൻ, ഇനിയും വർഷങ്ങൾ വേണ്ടി കിടക്കുന്നു. മഴക്കാല ശുചീകരണ പ്രവർത്തനം വാർഡിൽ എങ്ങനെയായിരുന്നു? മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കാറുണ്ട്. കാരണം നമ്മൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ജൂൺ മാസത്തിന് മുമ്പേ മഴ തുടങ്ങുമല്ലോ. മഴ പെയ്ത് മഴയ്ക്ക് പുതുമഴകൾക്കൊക്കെ വെള്ളം ഒരുപാട് കാനകളിലും തോടുകളിലും വീറിക്കഴിഞ്ഞാൽ അത് നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എപ്പോഴും വെള്ളമൊഴുകുന്ന പ്രദേശങ്ങളെല്ലാം ക്ലീൻ ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധ ചെലുത്താറുണ്ട്. അത് ഞാൻ മെമ്പറായതിനു ശേഷം വളരെ കൃത്യമായിട്ട് തന്നെ അത് ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ പലയിടത്തും നമ്മുടെ യാത്രയിൽ പല അനുഭവങ്ങളും നമുക്കുള്ളത് കൊണ്ട് അതിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗാന്ധി ജയന്തി ദിനത്തിലും വീണ്ടും നമ്മൾ എല്ലാ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ തൊഴിലുറപ്പ് സഹോദരന്മാരെയും അതുപോലെ തന്നെ മറ്റെല്ലാവരെയും സംഘടിപ്പിച്ചു, നാട്ടിലുള്ള സന്നദ്ധരായ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ നല്ല രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കാറുണ്ട്. എല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വാർഡിലെ ആളുകൾ എന്തിനു വിളിച്ചാലും എന്ത് കാര്യത്തിനും എന്നും എൻ്റെ കൂടെ ഉണ്ട്, എല്ലാത്തിനും വരാറുണ്ട് എന്നുള്ളത് എനിക്ക് അവർ നൽകുന്ന വലിയൊരു സമ്മാനമാണ്, വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. സൈജൻ മെമ്പറായിരുന്നിട്ട് 5 വർഷക്കാലത്തിനുള്ളിൽ ഒട്ടുമിക്കെന്ന് പറയാനല്ല എല്ലാ റോഡുകളും തന്നെ കട്ട വിരിച്ചും ടാറ് വിരിച്ചും സഞ്ചാരയോഗ്യമാക്കി. എല്ലാ പോക്കറ്റ് റോഡുകളും തന്നെ പറയാം. പിന്നെ അതുപോലെ തന്നെ വഴിവിളക്കുകൾ ഒരെണ്ണം കെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസം തന്നെ ശരിയാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോയി നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ച. രാഷ്ട്രീയം നോക്കാതെ എല്ലാവർക്കും എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും തുല്യ രീതിയിൽ ചെയ്തു കൊടുത്തു. ആർക്കും ഭേദഗതി മുൻതൂക്കം കൊടുക്കാതെ
എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെ കിട്ടാവുന്ന രീതിയിൽ എല്ലാ അപേക്ഷാ ഫോമുകളാണെങ്കിലും എത്തിച്ച് എല്ലാ കാര്യങ്ങളും നല്ല കൃത്യമായിട്ട് ചെയ്തു. ആര് വന്നാലും എല്ലാ സഹായത്തിനും കൂടെ പോവുകയും അതുപോലെ ആരെയും അങ്ങനെ തരം താത്തി കാണുകയോ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മെമ്പർ ചെയ്തേക്കണത്. ഈ വാർഡിലെ അംഗൻവാടികളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു? വളരെ നന്നായിട്ട് പോകുന്നു. നല്ല ടീച്ചർമാരാണ്. 2 അംഗൻവാടിയാണുള്ളത്. 33 നമ്പർ അംഗൻവാടിയും 155 നമ്പർ അംഗൻവാടിയും. ഇപ്പോൾ അറിയാലോ, നമ്മുടെ കുട്ടികൾ പൊതുവെ എല്ലാ അംഗൻവാടികളിലും കുറവാണ്. കാരണം നമ്മുടെ പുതുതലമുറ നമ്മുടെ നാട്ടിലില്ല, അവരെല്ലാവരും വിദേശത്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ എണ്ണം വളരെ കുറവായി. ഇപ്പോൾ വളരെ നന്നായിട്ട് 2 അംഗൻവാടിയും സ്വന്തമായിട്ട് സ്ഥലം ലഭിച്ച് ചേട്ടൻ ഉള്ള കാലഘട്ടത്തിൽ തന്നെ ചേട്ടൻ നിർമ്മിച്ചതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ചേട്ടൻ തന്നെ നിർമ്മിച്ചതാണ് 2 അംഗൻവാടിയും. അതും നന്നായിട്ട് പോകുന്നു. അവിടുത്തെ എല്ലാ പരിപാടികളിലും എന്ത് പരിപാടി നടക്കുക, ഓണാഘോഷമാകട്ടെ, നമ്മുടെ ആഗസ്റ്റ് 15 ആവട്ടെ, ക്രിസ്മസ് ആകട്ടെ, എന്ത് കാര്യത്തിനും അവരെല്ലാവരും അംഗൻവാടികളിൽ എന്നെ വിളിക്കുകയും ഞാൻ അവിടെ ചെല്ലുകയും കുട്ടികളുടെയും മാതാപിതാക്കളുടെ എല്ലാം കൂടെ വളരെ നന്നായിട്ട് അതിൽ ആസ്വദിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ തൊഴിലുറപ്പ് മേഖല. എനിക്ക് അവരെ മറക്കാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അവർ ഈ വാർഡിൻ്റെ വലിയൊരു മുതൽക്കൂട്ടാണ്. കാരണം ഞാൻ പറഞ്ഞു 3 പ്രാവശ്യം 100% ഏറ്റവും കൂടുതൽ നേടിയ വാർഡെന്ന് പറയുമ്പോൾ അവർ എത്രമാത്രം എമൗണ്ടാണ് ഈ വാർഡിലേക്ക് അവർ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ കൊണ്ടുവരുന്നത് എന്ന് നമ്മൾക്ക് അറിയണമെങ്കിൽ അവരുടെ ആ എമൗണ്ട് കൂട്ടി നോക്കണം. അത് വളരെ നന്നായിട്ട് അവർ നമ്മളെ ഇതുപോലെ തന്നെ എല്ലാ പരിപാടികൾക്കും എന്നെ വളരെ ചേർത്ത് നിർത്തി, ഓണത്തിനായാലും ക്രിസ്മസിനായാലും എല്ലാ 100 ദിനം കിട്ടി തൊഴിൽ അവസാനിച്ച് പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും അവർ വിളിച്ച് സ്നേഹത്തോടെ ഒരു മിഠായി ആണെങ്കിലും ഒക്കെ തരുമ്പോൾ വളരെ സന്തോഷമാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അവരോടുള്ള സ്നേഹം വളരെ വലുതാണ്. നമുക്ക് ജനങ്ങളുടെ കണ്ണിലുണ്ണിയാണോ? അത് ആണെന്ന് തോന്നുന്നു. കാരണം അവർ പറയുമ്പോൾ തീർച്ചയായിട്ടും അവരിടപെടൽ കാണുമ്പോൾ അവരങ്ങനെ നമ്മളെ കാണുന്നതായിട്ട് തന്നെ ഒരു മകനെ പോലെ, ഒരു സഹോദരനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ ഒക്കെ അവർ നമ്മളെ കാണുന്നതായിട്ട് തന്നെയാണ് എനിക്കത് ഫീൽ ചെയ്യണം. ഒരു മെമ്പർ എന്നതിൽ എന്നെ മെമ്പർ എന്ന് വിളിക്കുമ്പോൾ ഞാൻ പറയാനാണ്, മെമ്പറെന്ന് വിളിക്കേണ്ട, ഒന്നെങ്കിൽ പേര് വിളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും. കാരണം മെമ്പർ എന്ന് വിളിക്കുമ്പോൾ ഒരു അകലമുണ്ടല്ലോ. എപ്പോഴും ഇഷ്ടം എടാ പോടാ അല്ലെങ്കിൽ അനിയ ചേട്ടാ എന്നൊക്കെ വിളിക്കണതായിട്ടാണ് എനിക്ക് എപ്പോഴും ഇഷ്ടമായിട്ട് തോന്നിയേക്കുന്നത്. ഇനി അല്പം കുടുംബകാര്യങ്ങളൊക്കെ. എൻ്റെ ഭാര്യ, എൻ്റെ മകൻ, എൻ്റെ മകൾ. ഭാര്യ ജിഷ. പുള്ളിക്കാരത്തെ മെയിൻ ഇഷ്ടം എന്ന് പറഞ്ഞാൽ കേക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പുള്ളിക്കാരത്തി ജിഷ കേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കേക്ക് ഉണ്ടാക്കി ഇവിടെ ഓർഡർ അനുസരിച്ച് പുള്ളിക്കാരത്തി കൊടുക്കുന്നൊരു ഇതുണ്ട്. അതിൽ ഡിസൈൻ ചെയ്യുന്നതും അത് ഉണ്ടാക്കുന്നതൊക്കെ പുള്ളിക്കാരത്തി വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എൻ്റെ മകൻ ഷോൺ, അവൻ 12ാം ക്ലാസ്സിൽ വിശ്വജ്യോതിയിൽ പഠിക്കുന്നു. പുള്ളി പറഞ്ഞോണം പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം ഫുട്ബോളൊക്കെയാണ്. ഫുട്ബോൾ കളിക്കാനും അതിൽ പങ്കെടുക്കാനൊക്കെ പറഞ്ഞാൽ പുള്ളി ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. നല്ല ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ്. നന്നായിട്ട് പഠിക്കുന്നതിലാണെങ്കിലും ഏറ്റവും ഫസ്റ്റ് എന്നൊന്നുമില്ല, അത്യാവശ്യം മാർക്ക് മേടിച്ച് അത്യാവശ്യം കളിച്ച് നല്ല ഒരു കുട്ടിയായിട്ട് തന്നെയാണ് ഇതേവരെ എൻ്റെ കൂടെ നിൽക്കുന്നത്. എൻ്റെ മോൾ അലോന. എൻ്റെ മോനും മോളും തമ്മിൽ ഒരു 7 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഞങ്ങൾക്ക് വളരെ ഒരു നല്ല മോളാണ്. ഈ പറഞ്ഞോണം തന്നെ പഠിക്കുന്നതിൽ 100% ഒന്നും അല്ലെങ്കിൽ പോലും അവൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും, ഡാൻസിലാണെങ്കിലും പാട്ടിലാണെങ്കിലും എല്ലാ ആക്ടിവിറ്റിയിലും അവൾ വളരെ ഉഷാറാണ്. നല്ലൊരു മകളായിട്ട് നല്ലൊരു മകളായിട്ട് തന്നെയാണ് ഇതേവരെ അവളുടെയും പോക്ക്. 2 മക്കളും നന്നായിട്ട് വളരെ സന്തോഷത്തോടെയാണ് അവരുടെ ജീവിതവും അവരുടെ ഇടപെടലുകളെല്ലാം. ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. വളരെ ദൈവം സഹായിച്ച് ഈ നിമിഷം വരെ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. തമ്പുരാൻ ഇങ്ങനെ മുന്നോട്ട് പോകാൻ അനുവദിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഇത്രയും തിരക്കിനിടയിലും ഞങ്ങളുടെ ദേവിക ഡിജിറ്റൽ മീഡിയയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ച മെമ്പർക്ക് നന്ദി, നമസ്കാരം. തിരിച്ചും നന്ദി. എന്നെ സംബന്ധിച്ചിടത്തോളം ഷൈബു എനിക്ക് അന്യനല്ല, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഒക്കലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എന്നും ഒരു നിറസാന്നിധ്യമാണ് ഷൈബു. അതുപോലെ ഡേവിസ് ചേട്ടനാണെങ്കിലും ഒക്കൽ എന്നും ഒരു നിറസാന്നിധ്യം തന്നെയാണ്. ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഷിംല മണ്ണൂരിനെ പരിചയപ്പെടുന്നതെങ്കിലും ഷിംല മണ്ണൂരായിട്ട് സംസാരിച്ചപ്പോഴും നമ്മുടെ ഷൈബുവിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്നും കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഷൈബുവിൻ്റെ പ്രവർത്തനങ്ങളെ പോലെ തന്നെ നിങ്ങളും നല്ലൊരു സാന്നിധ്യമായിട്ട് ഷൈബുവിൻ്റെ കൂടെ ഉള്ളത് ഷൈബുവിന് എന്നും നേട്ടം തന്നെയാണ്. ഷൈബുവിൻ്റെ ഈ ഡിജിറ്റൽ മീഡിയ എന്നും വളരെയേറെ പന്തലിച്ച്
ഒക്കലിൻ്റെ വലിയൊരു ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മീഡിയയായി വളരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ നന്മകളും നേരുന്നു. എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പ്രോഗ്രാം ഇവിടെ തീരുന്നില്ല. പറയട്ടെ മെമ്പറും ജനങ്ങളും എന്ന പ്രോഗ്രാം മറ്റൊരു വാർഡിൽ മറ്റൊരു മെമ്പറുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.